നമസ്കാരം പ്രദീപ്. നമസ്കാരം സാർ. ഇരിക്കേ. താങ്ക് യു. മഞ്ജിപ്പാ പോയി കോഫി എടുത്തിട്ടോ. പ്രദീപ് ഈശ്വർ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു സാർ. ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല സാർ, നന്നായിട്ട് പോകുന്നുണ്ട്. ഗുഡ്. ഇന്നലെ ആ പെൺകുട്ടി തനുജയെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. ആ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ആ സാർ, തനുജ എൻ്റെ നവോദയ സ്റ്റുഡൻ്റാണ്. പാലക്കാട് ജില്ലയിലെ വടക്കന്തറ താലൂക്കിലെ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട വ്യവസായ കുടുംബത്തിലുള്ളതാണ് സാർ. അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസമൊന്നുമില്ല സാർ. തനുജ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ളതിനേക്കാളും സമയം ചിലവഴിച്ചത് ഹോസ്റ്റൽ, വാർഡൻസ്, ബുക്സ്, ടീച്ചറിൻ്റെ കൂടെയാണ് സാർ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളർന്നത്. സ്കൂളിലെ നമ്പർ 1 ആണ് സാർ. SSLCയിലും POCയിലും നല്ല മാർക്കാണ് സാർ. പിന്നെ ലാസ്റ്റ് ഇയർ 2019 ഞാൻ കൊച്ചിയിൽ വെച്ച് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ക്രാഷ് കോഴ്സ് ചെയ്തിരുന്നു സാർ. അവിടെ തനുജ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു സാർ. അവളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിലെ റാങ്കിങ് ജസ്റ്റ് മിസ്സായിരുന്നു സാർ. അതുകൊണ്ട് ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ല. പിന്നെ കാശ് കൊടുത്ത് പഠിക്കുന്നതിന് അത്ര വലിയ ആളുകളും അല്ല സാർ. കഴിഞ്ഞ വർഷം മെഡിക്കൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും വേറെ ഒരു കോഴ്സിനും പോകാതെ അടുത്ത വർഷം നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം പൂനെയിലുള്ള ഏറ്റവും മികച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി തന്നെ തനുഷ ആപ്ലിക്കേഷൻ ഇട്ടു സാർ. സെലക്ട് ആയി. 10 മാസത്തെ കോഴ്സും പൂർത്തിയാക്കി. ലാസ്റ്റ് മന്ത് സെപ്റ്റംബർ 12 നീറ്റ് എക്സാം ഉണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് പൂനെയിൽ നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. 1 മാസം ക്വാറന്റൈനായിട്ട് അകത്ത് കിടന്നു. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്നും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവൾക്ക് എക്സാം ഉണ്ടായിരുന്ന അന്ന് അവളുടെ വീടുണ്ടായിരുന്ന ഏരിയ കണ്ടെയ്ൻമെന്റ് സോണിൽ ഡിക്ലെയർ ആയി സാർ. അതുകൊണ്ട് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. ഈ കോവിഡ് പോസിറ്റീവ് ആയിരുന്നവർക്ക് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന കുട്ടികളുടെ ഫ്യൂച്ചർ നന്നായിരിക്കാൻ വേണ്ടി അതിനുവേണ്ടി അവർ എല്ലാ എക്സാമും എഴുതണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ വന്നു സാർ. ഇന്നാണ് സാർ എക്സാം. അവളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാൻ കാരണം എന്താ? അത് സെപ്റ്റംബർ 12, അതായത് എക്സാം എഴുതേണ്ട അന്ന് തന്നെ അവളുടെ വീട് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലോക്കൽ PDO ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ഓൺ ടൈമിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് റിജക്ട് ചെയ്തു സാർ. അതുകൊണ്ടാണ് ഹാൾ ടിക്കറ്റ് കിട്ടാത്തത്. ഡോക്യുമെന്റിൽ അപ്ലോഡ് ആയല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ ഇരിക്കുകയായിരുന്നു സാർ. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ കാര്യം ഇന്നലെ രാത്രിയാണ് സാർ അവളും ഞാനും വരെ അറിഞ്ഞത്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ആ ഗവൺമെന്റ് ഓഫീസർ അന്വേഷിച്ച് അവരുടെ അടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കൊറോണയെ ജയിക്കുന്നതിന് തുല്യമാണ് സാർ. കാരണം അവർക്കും വർക്ക് പ്രഷർ ഉണ്ട് സാർ. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സാർ. ശരി, എക്സാം എവിടെയാണ്? എത്ര മണിക്ക്? ഉച്ചയ്ക്ക് 1 മണിക്കാ സാർ. നാഷണൽ കോളേജ് കൊച്ചിയിലാ. ഇപ്പോൾ ആ കുട്ടി എവിടെയുള്ളത്? വീട്ടിൽ തന്നെയാ സാർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, പറഞ്ഞോളൂ. ആ കുട്ടിയുടെ എത്രയും പെട്ടെന്ന് വരാൻ പറ. ഓക്കെ. ബൈ ചാൻസ് കിട്ടിക്കഴിഞ്ഞ് ആ കുട്ടി പുറപ്പെടാൻ നിന്നാൽ എല്ലാം കൈവിട്ടു പോകും. ശരി സാർ, ഞാൻ പറഞ്ഞേക്കാം. വരാം സാർ. The number you have called is not reachable. The number you have called is not reachable. ഹലോ. നമസ്കാരം ചേച്ചി. എക്സാം എഴുതാനുള്ള എല്ലാ ഏർപ്പാടും നടന്നുകൊണ്ടിരിക്കുക. വിശ്വേശ്വർ ഭട്ട് സാർ CM-നോട് സംസാരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ബസ്, ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ലേറ്റ് ചെയ്യാൻ പാടില്ല. ഒരു കാർ വാടകയ്ക്ക് എടുത്ത് എത്രയും പെട്ടെന്ന് വരാൻ പറ്റും അത്രയും പെട്ടെന്ന് തന്നെ വന്നേക്കാം. സാർ, അത് പിന്നെ കാറ്. നിങ്ങൾ ചിലവിനെ പറ്റി ഒന്നും പേടിക്കേണ്ട, അതെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം. ശരി സാർ, ഇപ്പൊ തന്നെ പുറപ്പെടാം സാർ. സാർ നമസ്കാരം. സാർ നമസ്കാരം കേശവ്. ഇപ്പോൾ എവിടെയാ? സാർ ഞാനിപ്പോൾ സാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. CM സാറിൻ്റെ നമ്പർ കണക്റ്റ് ആവുന്നില്ല. സാർ ഒരു 20 മിനിറ്റും കൂടി. ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം സാർ. മറന്നു പോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം സംസാരിക്കാനാണ്. ഓക്കെ സാർ. താങ്ക് യു കേശവ്. സാർ, തനുജയോട് പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. CM സാറിൻ്റെ കോൾ കണക്റ്റ് ആവുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗൺമാനോട് ഫോൺ ചെയ്ത് പറഞ്ഞു. തൽക്കാലം നിങ്ങൾ പൊയ്ക്കോളൂ, എന്നിട്ട് കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ തനുജയുടെ ഡീറ്റെയിൽസും എനിക്കൊന്ന് അയച്ചേക്കേ. ശരി സാർ, ഞാൻ നോക്കിക്കോളാം. തനു, പ്രദീപ് സാറെ വിളിച്ചു. ഉടനെ കൊച്ചിക്ക് പോണം. വേഗം എഴുന്നേക്ക്. ഹോൾ ടിക്കറ്റ് കിട്ടിയോ അമ്മേ? വിശ്വേശ്വർ ഭട്ട് സാറെ CM-നോട് സംസാരിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും ഒന്ന് നടക്കും. നീ ടെൻഷൻ ആവാതെ. രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. നീ വേഗം എന്തെങ്കിലും കഴിച്ച് റെഡിയാവ്. ഞാൻ പോയി വണ്ടി വിളിച്ചിട്ട് വരാം. ഓക്കെ? ആ ദൈവമേ.
പറയൂ കേശവ്. സർ, സാറ് വീട്ടിലാണുള്ളത്. അപ്പൊ പിന്നെ സാറ് നേരിട്ട് വന്നോളൂ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ 1 മണിക്കൂറിൽ അവിടെ എത്താം. ശരി സർ, വരൂ വരൂ. താങ്ക് യു കേശവ്. ദൈവമേ. സാർ നമസ്കാരം സാർ. നമസ്കാരം സർ. നമസ്കാരം വിശ്വേശ്വർ ഭട്ട്, ഇരിക്കൂ. സുന്ദരല്ലേ സാർ? എനിക്ക് നല്ല സുഖമാണ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് സാറിൻ്റെ അടുത്ത് എത്തിയത്. എന്താണ് കാര്യം, പറയൂ. തനൂജ എന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് സാർ. ഇന്ന് ആ പെൺകുട്ടി നീറ്റ് എക്സാം എഴുതേണ്ട ദിവസമായിരുന്നു. കോവിഡ് കാരണം ആ കുട്ടിയുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരിക്കുകയാണ് സാർ. അവളുടെ എക്സാം ഇന്നാണ്. അവൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നിന്ന് 1 വർഷം നഷ്ടമാകും സാർ. വളരെ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് സാർ. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഓഫീസറോട് സംസാരിക്കുകയാണെങ്കിൽ അവൾക്ക് ആ എക്സാം എഴുതാൻ വലിയൊരു സഹായമാവും. അങ്ങനെ ചെയ്താൽ ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമായി തീരും സാർ. വിശ്വേശ്വർ ഭട്ട്, നിങ്ങൾ ഇത്രയും ആഗ്രഹത്തോടെ ഇവിടെ വന്നിരിക്കുകയല്ലേ? ഉറപ്പായിട്ടും തനൂജ എന്ന കുട്ടിയുടെ ഭാവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്നും പറയുന്നു. അവൾ നന്നായി ഈ എക്സാം എഴുതി നല്ല രീതിയിൽ തന്നെ വെളിയിൽ വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അറേഞ്ച് ചെയ്ത് ഉറപ്പായിട്ടും അവൾ എക്സാം എഴുതുന്ന രീതിയിൽ ഞാൻ ശരിയാക്കി തരാം. ഇതിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ നേരിട്ട് തന്നെ കണ്ട് ഇത് സാധ്യമാകുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അവളുടെ ഭാവി നല്ല രീതിയിൽ പോകണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു സാർ. താങ്ക് യു. ഡോക്ടർ കാർത്തിക് സർ, തനൂജ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നീറ്റ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് റിജക്റ്റ് ആയെന്ന് പറയുന്നു. അതിലെന്താണ് പ്രശ്നമെന്ന് നോക്കി അതൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഏതെങ്കിലും ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് എന്താണെന്ന് വെച്ച് നോക്കി അതൊന്ന് ശരിയാക്കി വിടണം. ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാം. എന്തു തന്നെ ചെയ്തിട്ടാണെങ്കിലും ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കണം. വിജേന്ദർ സാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ നോക്കിക്കോളാം സർ. പ്ലീസ് ഡു ഇറ്റ്. ശരി സർ. ജയറാം ചേട്ടാ, എന്താ ചേച്ചി? കൊച്ചിയിൽ എന്റെ മോൾക്ക് എക്സാം ഉണ്ട്. വാ നമുക്ക് പോയിട്ട് വരാം. അയ്യോ ചേച്ചി, എന്റെ വണ്ടി CC ആയി ചേച്ചി. ലോൺ അടച്ച് 6-7 മാസമായി. ഇപ്പൊ നമ്മള് ചെന്നൈക്ക് പോയാൽ ഞാൻ CC വേണമെങ്കിൽ ചെയ്തോണ്ട് അധികം പോകും. വാടക തരാം. ചേച്ചി, വാടകയുടെ കാര്യത്തിലല്ല ചേച്ചി, വണ്ടി CC ചെയ്തോണ്ട് പോകും ചേച്ചി. നമ്മുടെ സൊസൈറ്റിയുള്ള രാമനില്ലേ, ആ പുള്ളിയുടെ മകൻ കുമാർ ഉണ്ടല്ലോ, ആ. പുള്ളിക്കൊരു കാർ ഉണ്ടല്ലോ. ഇപ്പോഴാണ് അങ്ങോട്ട് പോയത്. പോയി ചോദിച്ചു നോക്ക്. ശരി, ഞാൻ അവരോട് ശരി ചോദിക്കാം. ചേച്ചി.